ഗാന്ധാരി ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ശ്രീകൃഷ്ണ, നീ എൻ്റെ 101 മക്കളെയും വധിച്ചില്ലേ? നീ അതിന് കൂട്ടുനിന്നില്ലേ? നീ ഒരു ദൈവമാണോ? ഇതിന് ശ്രീകൃഷ്ണൻ മറുപടി നൽകുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിന് കണ്ണ് കണ്ടുകൂടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളും കൺമൂടിക്കെട്ടി എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിന്നു. അതിലൂടെ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ 101 മക്കൾക്കും നിങ്ങൾ നല്ലത് കാണിച്ചു കൊടുത്തില്ല, നിങ്ങൾ നല്ലത് കേൾപ്പിച്ചു കൊടുത്തില്ല, നിങ്ങൾ നല്ലത് പറഞ്ഞു കൊടുത്തില്ല. അതിന്റെ ഫലമായിട്ട് അവർ വഴിതെറ്റുകയായിരുന്നു. നന്മയും തിന്മയും നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല, തെറ്റും ശരിയും നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. അതിന്റെ ഫലമായിട്ടാണ് അവർ ഇന്ന് ഈ ദുരിതം അനുഭവിച്ചിരിക്കുന്നത്. അതിലൂടെ നിങ്ങളും ഈ ദുരിതം അനുഭവിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ മക്കൾക്ക് നേരായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ, നേർവഴി കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിന്റെ കുറവ് നികത്തേണ്ടിയിരുന്നത് നിങ്ങളായിരുന്നു. പക്ഷെ നിങ്ങളും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. അവസാനം മക്കൾക്കൊരു ദുരന്തം സംഭവിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നു, ഈശ്വരനെ വിളിക്കുന്നു. ഇതെന്തു ന്യായം? ഇതുതന്നെയാണ് ഇന്നത്തെ മാതാപിതാക്കൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ നേരായിട്ടുള്ള വഴിയിൽ അവർ വളർത്തുന്നില്ല, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നില്ല, നല്ലത് കേൾപ്പിച്ചു കൊടുക്കുന്നില്ല, നല്ലത് കാണിച്ചു കൊടുക്കുന്നില്ല. അതിന്റെ തൽഫലമായിട്ട് അവർ ലഹരി മരുന്നിനും മറ്റ് അക്രമങ്ങളിലേക്കും തിരിയുന്നു. ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ അവന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നമ്മുടെ സിസ്റ്റത്തിനും എല്ലാം സാധിക്കുമായിരുന്നു. പക്ഷേ അവരാരും തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല. എന്നിട്ട് ജെൻസി തലമുറയെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരുടെ മേൽ കുറ്റം കെട്ടിവെച്ചിട്ട് എന്തു കാര്യം? നിങ്ങൾ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും എല്ലാത്തിനോടും പുച്ഛമാണ്. അതുകണ്ട് തന്നെയല്ലേ നിങ്ങളുടെ മക്കളും വളരുന്നത്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയോടും ചെയ്യുന്നത് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു. നിങ്ങൾ എന്തിനെയൊക്കെ പുച്ഛിക്കുന്നു, അതിന്റെ 10 മടങ്ങ് ശക്തിയായിട്ട് അവരും പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു. ഇത് തന്നെയല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനോടും ബഹുമാനമില്ലാത്ത ഒരു തലമുറയായിട്ട് നിങ്ങളുടെ മക്കൾ വളരുന്നുണ്ടെങ്കിൽ അതിനു കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. ഇനി അധ്യാപകരിൽ ഒരുപാട് പേർ നല്ലവരായിട്ടുള്ളവരുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകരുണ്ട്. പക്ഷേ അവർക്കും മോശം ചീത്തപ്പേര് ഏൽപ്പിക്കുവാനായിട്ട് കുറച്ച് അധ്യാപകരെങ്കിലും ഈ കാലഘട്ടത്തിലും ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുവാൻ സാധിക്കും, വെറും പട്ടി ഷോ കാണിക്കാൻ വേണ്ടി മാത്രം ചില അധ്യാപകർ. ഈ ഇടയ്ക്ക് ഒരു ട്രെൻഡ് കണ്ടായിരുന്നു. ആ ട്രെൻഡിനൊപ്പം അധ്യാപകരും ഉണ്ടായിരുന്നു. അധ്യാപകർ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത എങ്ങനെയോ അധ്യാപകരായവർ. തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ഡോർ തുറന്ന് കടന്നു വരുന്ന അധ്യാപിക, ആ അധ്യാപിക പാന്റോ അല്ലെങ്കിൽ ചുരിദാറോ അല്ലെങ്കിൽ സാരിയോ എന്തെങ്കിലും ആയിരിക്കും ധരിച്ചിരിക്കുന്നത്. വീടിനകത്ത് കയറുന്നു, വാതിലടയ്ക്കുന്നു. ആ നിമിഷം തന്നെ സാരി വലിച്ചെറിയുന്നു അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന പാന്റ് വലിച്ചെറിയുന്നു, എന്നിട്ട് നിക്കറിൽ നടന്നു പോകുന്നു. ഇതാണ് ആ ഒരു ട്രെൻഡ്. ഇവർ അധ്യാപകരാണെന്ന് മനസ്സിലായത് അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോഴാണ്. ഇത് ഏത് മാനസിക വൈകൃതമുള്ള ആൾക്കാരാണെന്നൊന്ന് ചെക്ക് ചെയ്ത് പോകുമല്ലോ, സ്വാഭാവികം. സാരി ഉടുക്കുന്ന അധ്യാപിക, സാരി ഉടുക്കുന്ന അമ്മ. ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കണ്ണാടിയിൽ നോക്കി ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സ്വന്തം ഫോണിൽ വീഡിയോ ഓൺ ആക്കി ചെയ്താൽ എങ്ങനെയിരിക്കും? കണ്ണുണ്ടായി പോയല്ലേ മിസ്റ്റർ, സോഷ്യൽ മീഡിയ അല്ലേ, കണ്ടെന്ന് വരും. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, പ്രായഭേദമന്യേ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇത് കാണാനിടയാകുന്നു. ഹായ്, ടീച്ചർ ഡ്രസ്സ് മാറുന്നു, കൊള്ളാം. ഹായ്, അമ്മ ഡ്രസ്സ് മാറുന്നു, കൊള്ളാം. ഇതാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? നാളെ നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ മകളും മകനുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തുണി ഉരിഞ്ഞ് കാണിച്ചാൽ നിങ്ങൾ എന്ത് പറഞ്ഞ് അവരതിൽ നിന്ന് മാറ്റിയെടുക്കും? നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് അത് പറയുവാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ? മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കും എനിക്കും ഒരുപാട് നെഗറ്റീവുകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷെ ഇതൊക്കെ എൻ്റെ അവകാശമാണെന്നുള്ള രീതിയിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം നല്ല നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും? ഇതൊന്നും നമ്മുടെ അവകാശമല്ല. നമ്മുടെ മോശമായിട്ടുള്ള വശങ്ങളും നമ്മുടെ നെഗറ്റീവ് വശങ്ങളൊന്നും അവകാശത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിളംബരം ചെയ്യാനുള്ള സാധനങ്ങളല്ല. അതൊക്കെ മറച്ചു വെക്കേണ്ടത് മറച്ചു തന്നെ വെക്കണം. അതായത് ബെഡ്റൂമിൽ ചെയ്യേണ്ടത് ബെഡ്റൂമിലും, ബാത്റൂമിൽ ചെയ്യേണ്ടത് ബാത്റൂമിലും തന്നെ ചെയ്യണം. അടുക്കളയിൽ ചെയ്യേണ്ട കാര്യം ബാത്റൂമിൽ ചെയ്യരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വിദ്യാഭ്യാസ മന്ത്രിയോടാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന പദവി നിങ്ങൾ വെറും ഷോ ആയിട്ട് കാണരുത്. കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലോട്ട് നിങ്ങൾ പോകരുത്. ഇത് ഷോ കാണിക്കാനുള്ള ഒരു പദവിയല്ല. അത് ഒരു മന്ത്രിസ്ഥാനവും ഒരു ഷോയ്ക്കും ഉപയോഗിക്കാനുള്ള സാധനമല്ല. ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു, നിങ്ങളൊരു കുട്ടിയുടെ പരാതി കേൾക്കുന്നു, അത് ഞങ്ങളോട് പറയുന്നു. അപ്പോൾ ആ ഫോണിലെ സംഭാഷണം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു തിരക്കഥയല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടി അയാളോട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, മന്ത്രി അപ്പുപ്പ, മന്ത്രി മാമ, മന്ത്രി ചിറ്റപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുട്ടി പറയുകയാണ്, എനിക്കിന്ന് നൂഡിൽസ് വേണം, എനിക്കിന്ന് ബിരിയാണി വേണം, എനിക്ക് ബിരിയാണി കിട്ടിയില്ല, സ്കൂളിൽ കഞ്ഞിയാണ്, എനിക്ക് ബെറോട്ട വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള നിങ്ങൾ പറയേണ്ടത്, മോനെ അതാണ് ഇവിടെ ഉള്ളത്, വീട്ടിൽ പോയിട്ട് അത് കഴിക്കൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പോൾ വീട്ടിൽ അതിനുള്ള ഒരു അവസ്ഥ ആയിരിക്കില്ല, ചിലപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള അവസ്ഥയുള്ള മാതാപിതാക്കളും കാണും.
പക്ഷെ സ്കൂളിൽ ഏതെങ്കിലും ഒരു കുട്ടി വാശി പിടിച്ചു കഴിഞ്ഞാൽ നൂഡിൽസും ബെറോട്ടയും ചിക്കൻ ബിരിയാണിയും വാങ്ങിച്ചു കൊടുക്കാനുള്ള ആ ഒരു അവസ്ഥയിലോട്ട് ഒരു മന്ത്രി അല്ലെങ്കിൽ ആ ഒരു മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്യരുത്. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഈ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ദാരിദ്ര്യവും എല്ലാം സഹിച്ച് വരേണ്ട ഒരു കാലയളവാണ്, ഒരു തിരിച്ചറിവ് നൽകേണ്ട ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ അവർ കാണിക്കുന്ന എല്ലാ വാശികൾക്കൊപ്പം സഞ്ചരിക്കേണ്ടവരല്ല വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും വീട്ടുകാരും. സ്കൂളിൽ കഞ്ഞിയാണുള്ളത്, ഓക്കെ കഞ്ഞി കുടിക്കുക. സ്കൂളിൽ ചോറാണുള്ളത്, ഓക്കെ ചോറ് കഴിക്കുക. ചോറിന്റെ കൂടെ കറിയും കാണുമല്ലോ. ഇനി സ്കൂളിൽ ആഹാരം വേണ്ട, വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ ധനസ്ഥിതി ഉള്ളവരാണെങ്കിൽ, സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അല്ലാത്ത കുട്ടികൾ അത് തന്നെ കഴിച്ചു പോകട്ടെ. കാരണം ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ആ ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അതൊക്കെ ഓരോ കുട്ടികളും മനസ്സിലാക്കി വരട്ടെ. അല്ലെങ്കിൽ ആ കുട്ടികളുടെ വാശിക്കനുസരിച്ച്, പിഞ്ചു മനസ്സിന്റെ വാശിക്കനുസരിച്ച് നാളെ അപ്പൂപ്പൻ ബിരിയാണി വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരാം, അല്ലെങ്കിൽ അതിന് ഞാൻ ഓർഡർ ചെയ്യാം എന്നൊന്നും പറയാൻ ഇത് എന്താണ് സ്വിഗ്ഗിയാണോ സ്കൂൾ എന്ന് പറയുന്നത്? അതിന് നിങ്ങൾ ഫണ്ട് കൊടുക്കണം, അത് വേറെ കാര്യം. കുറച്ച് ദിവസം അധ്യാപകർ തന്നെ ബുദ്ധിമുട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള സമ്പ്രദായം തന്നെ മുന്നോട്ടങ്ങ് പോവുക, കുട്ടികളെ വഴിതെറ്റിക്കാതിരിക്കുക. യുവജനോത്സവ വേദിയിൽ നിങ്ങൾ ഇതേ ഒരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ബിരിയാണി വേണം, അല്ലെങ്കിൽ ഇറച്ചി വേണം, ബീഫ് വേണം, മാംസാഹാരം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കുട്ടികളുടെ ഹെൽത്തി പരമായിട്ടുള്ള അതല്ലെങ്കിൽ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അതൊക്കെ ഒരു മന്ത്രി എന്ന നിലയിൽ, അധ്യാപകർ എന്ന നിലയിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാവുന്ന ആഹാരം വാങ്ങിച്ചു കൊടുക്കുവാനും, അല്ലെങ്കിൽ അങ്ങനെ ആഹാരം അവിടെ ഉണ്ടെങ്കിൽ അത് കഴിക്കുവാനും നിർബന്ധിക്കുക. അങ്ങനെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കുട്ടി തെറ്റ് ചെയ്തു, ആ തെറ്റിന് അധ്യാപകന് തല്ലു കൊടുക്കേണ്ട കാര്യമുണ്ടെങ്കിൽ, ഒരു അടി കൊടുക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അതിന് അധ്യാപകനെ അനുവദിക്കുക. അത് ഏതെങ്കിലും ഒരു കുട്ടി വീഡിയോയിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അധ്യാപകനെ പിരിച്ചു വിടുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു അധ്യാപകനും ഒരു കുട്ടിയോടും ഒരു നല്ല കാര്യവും പറഞ്ഞു കൊടുക്കുവാനോ അവരെ ഉപദേശിക്കുവാനോ ഒന്നും സാധിക്കില്ല. അധ്യാപകർ തന്നെ ഒരു പേടി ഉണ്ടാവും, അയ്യോ ഞങ്ങളുടെ ജോലി പോകുമോ, കാലം ഇതാണല്ലോ, കലികാലമാണല്ലോ എന്ന് കരുതി അധ്യാപകർ വിചാരിക്കും അവരെങ്ങനെങ്കിലും പോട്ടെ, കുട്ടികൾ എങ്ങനെയെങ്കിലും പോട്ടെ, ഞങ്ങൾക്ക് ശമ്പളം മതിയല്ലോ, സാലറി മതിയല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതേസമയം കുട്ടികളെ തല്ലാൻ വേണ്ടി മാത്രം കാണുന്ന അധ്യാപകരും ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. അത്തരം അധ്യാപകരെ നിങ്ങൾ പിരിച്ചുവിട്ടോളൂ. പക്ഷേ കുഞ്ഞുങ്ങളെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ശാസിക്കാനും തല്ലാനും ഉള്ള ഒരു അനുവാദം അധ്യാപകർക്ക് ഉണ്ടാകണം, പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഒരു അധ്യാപകന്റെ ക്വാളിറ്റി എന്താണ്, അയാൾക്ക് മാനസിക രോഗമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു അധ്യാപകൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിക്ക് എടുക്കുന്ന സമയത്തൊക്കെ അത് നിങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ വഴിതെറ്റുന്നുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവിടത്തെ സിസ്റ്റത്തിന് തന്നെയാണ്, മുതിർന്നവർക്ക് തന്നെയാണ്, മാതാപിതാക്കൾക്ക് തന്നെയാണ്, അതായത് അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്, ഗുരുക്കന്മാർക്ക് തന്നെയാണ്, ഇവിടുത്തെ സർക്കാരിന് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കുട്ടികൾ നന്നാവില്ല. അവർക്ക് നല്ലത് കാണിച്ചു കൊടുക്കാതെ, നല്ലത് പറഞ്ഞു കൊടുക്കാതെ അവർക്ക് നന്നാകാൻ സാധിക്കില്ല. കുഞ്ഞു മനസ്സുകളിൽ, പിഞ്ചു മനസ്സുകളിൽ എന്താണോ അവരാദ്യം അല്ലെങ്കിൽ അത് കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്, അത് തന്നെയാണ് അവർ പിന്തുടരുന്നത്. അപ്പോൾ സിസ്റ്റം മാറണം, മാതാപിതാക്കൾ മാറണം, അധ്യാപകർ മാറണം.